കാലവും അധികാരം നിലനിർത്താൻ സംഘപരിവാർ ഉപയോഗിച്ച് ഗ്രാൻഡ് ഡിസൈനായിരുന്നു അയോധ്യ രാമക്ഷേത്രം. ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അവിടെ നടന്ന തട്ടിപ്പ്, ക്രമക്കേട്, കൊള്ളയെക്കുറിച്ചാണ്. അവിടെ ഭക്തരും വിശ്വാസികളും ഒക്കെ എത്തി നൽകിയ പണവും സ്വർണവും വെള്ളിക്കെട്ടികളും ഒക്കെ ആരൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് എന്നെ സംബന്ധിച്ച് യാതൊരു കയ്യും കണക്കുമില്ല എന്ന് പറയേണ്ടി വരും. 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് കോടികളുടെ കണക്ക് ഉയരാനേ സാധ്യതയുള്ളൂ. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ പലരും പിടിയിലായിട്ടുണ്ട് എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, വലിയ രീതിയിൽ പ്രചാരണത്തിന്, വിദ്വേഷ പ്രചാരണത്തിനും വർഗീയ പ്രചാരണത്തിനും ഒക്കെ ഉപയോഗിച്ചതാണ് ഈ അയോധ്യ രാമക്ഷേത്ര വിഷയം എന്ന് പറയുന്നത്. അവിടെ രാമന്റെ പേരിൽ വോട്ട് നേടിയവർ തന്നെ ഇപ്പോൾ രാമന്റെ പണം അടിച്ചു മാറ്റുകയാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. പ്രഭു സർ, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ കാണാൻ? നോക്കൂ, ഇന്നിപ്പോൾ രാജിവെച്ച ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ രാജി എന്ന് പറയുന്നത്? പുള്ളി വളരെ ഞാനൊരു വലിയ മഹത്തായ കാര്യം ചെയ്യുന്നു എന്ന മട്ടിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ അന്വേഷണത്തിൽ, ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അന്വേഷണത്തിലെ ഇടപെടൽ ഉണ്ടാവില്ല, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത്. അന്വേഷണത്തിൽ ട്രസ്റ്റ് തന്നെ ഇടപെടുന്നുവെന്നോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള VHPയുടെ ഒരു ഭാരവാഹി കൂടിയായിട്ടുള്ള അദ്ദേഹം ഇടപെടുന്നു എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ധാർമ്മികമായി ഞാൻ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ആലോചിക്കേണ്ട ഒരു കാര്യം, VHP ആണ് ഈ അയോധ്യ മൂവ്മെൻറ്റ് എല്ലാ കാലത്തും അതൊരു പ്രാദേശികമായ ഒരു തർക്കം മാത്രമായി നിലനിന്ന കാലഘട്ടത്തിൽ നിന്ന്, 19-ാം നൂറ്റാണ്ടിലെ ആ പീരീഡിൽ നിന്ന് അതിനെ വളർത്തി വലുതാക്കി രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി അത്രയധികം കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കി അതിനെ ഒരു അധികാരത്തിലെത്താൻ വേണ്ടിയുള്ളൊരു മാർഗമായി വളർത്തിയതിൽ നിർണായകമായ പങ്ക് VHPക്കായിരുന്നല്ലോ. ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ഇപ്പോൾ ബജ്രംഗ് ദളുണ്ട്, അല്ലെങ്കിൽ BJP, മറ്റെല്ലാം തന്നെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ VHP ആയിരുന്നു അതിൻ്റെ സെൻട്രൽ പോയിന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അച്ചുതണ്ട് എന്ന് പറയുന്നത് VHP ആയിരുന്നു. ഈ VHP ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ അതിൽ ഭാഗമാണ്. അതിൻ്റെ ചുമതലക്കാരനാണല്ലോ ഇപ്പോൾ ഇദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഇവരുടെ ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഭക്തരെയും അല്ലെങ്കിൽ വിശ്വാസികളെയും മുഴുവൻ ഇതിനു വേണ്ടി പോളറൈസ് ചെയ്യുകയും അന്തിമമായി ഇതിൽ രാഷ്ട്രീയ നേട്ടം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്തു മറ്റൊരു മതത്തിനെതിരായിട്ടുള്ള വിദ്വേഷത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും ഭക്തിയുമായിട്ടോ വിശ്വാസവുമായിട്ടോ ഒരു പുലബന്ധം പോലും അതിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് രാമക്ഷേത്ര പ്രക്ഷോഭത്തിൻ്റെയും ബാബരി മസ്ജിദ് തകർക്കലിൻ്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇപ്പോൾ അവിടെ ഒരു ടെമ്പിൾ, അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ടാകുന്നു. ഇപ്പോൾ 2022 ഇത് ചെയ്യുന്നത് അല്ലേ? അതെ, കോൺസെക്രേഷൻ 2022. അപ്പോൾ അന്ന് മുതൽ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ചുമതലയിലും അവർ വരുന്നു. അവിടെ പണം കൈകാര്യം ചെയ്യുന്നതിന് ഡേ 1 തൊട്ട് ഒരു വിധത്തിലും സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒരു സിസ്റ്റവും ഇല്ല, ഒന്നുമില്ല. ഈ ട്രസ്റ്റ് അവിടെയുണ്ട്. ഈ ട്രസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളെ തന്നെയാണ് ഇപ്പോൾ ഏകദേശമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ഈ ചമ്പത് റായിയുടെ ഡ്രൈവറാണ്. ഈ ഡ്രൈവർ ഇതിൽ പ്രതിയാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്നാമതായിട്ട് ഇത്രയധികം സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന, പണം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇടപാടുകളിൽ എങ്ങനെയാണ് ചമ്പത് റായിയുടെ ഡ്രൈവർക്ക് ഒരു പങ്കുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റി, ഇത്രയും അധികം കൈകാര്യം ചെയ്യുന്നൊരു സ്ഥാനത്ത് അത് ചമ്പത് റായി തന്നെയാണ്. അത് ഒരു കാരണവശാലും പുറത്തു വരാതിരിക്കാനും അതിന് മൂടിയിടാനും വേണ്ടിയാണ് ഇങ്ങനെ കുറേ ആളുകൾ, ഇപ്പോൾ ഏതോ രാമകൃഷ്ണ ഏതൊക്കെ പേരിൽ മിശ്ര എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അനുയായികളോ ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകളെയാണ് അതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് ഇത് മുഴുവൻ ചെയ്തിരുന്നത്. ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നതും അവിടെ ബാബരി മസ്ജിദ് തകർക്കുന്നതും അവിടെ ക്ഷേത്രം ഉയർത്തുന്നതും അവിടെ ഈ കൊള്ള നടത്തുന്നതും എല്ലാം ഇവരാണ്. VHPയും ഇവരോട് ചേർന്ന് കിടക്കുന്ന ഇവരുടെ ഈ സംഘപരിവാർ സംഘടനകളുമാണ്. അപ്പോൾ അതിനകത്ത് വേറെ ഒരാൾക്കും അതിനകത്ത് പങ്കില്ല. പക്ഷേ എന്നിട്ട് പറയുന്നത് കേട്ടാൽ തോന്നും അന്വേഷണം നടക്കട്ടെ. ഇവരുടെ തന്നെ ഈ ട്രസ്റ്റ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുക. അവരുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ SIT ഫോം ചെയ്തു എന്ന് പറഞ്ഞത്. ഞങ്ങൾ വലിയ എന്തോ സംഭവമാണ്, ഞങ്ങൾക്ക് ഇതിൽ സുതാര്യത വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടതല്ല.
PMO ഓഫീസാണ് ആവശ്യപ്പെട്ടിട്ടാണ് SIT രൂപീകരിക്കുന്നത്, അല്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അല്ല, ഇവരുടെ ട്രസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ പിന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഇവർ ഏറ്റെടുക്കുകയില്ലല്ലോ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം തന്നെ പിന്നെ ഇതിനകത്ത് യാതൊരു പങ്കുമില്ലാത്ത ആളുകളാണ്, ബാക്കി ആരൊക്കെയോ ചേർന്ന് അത് കട്ടുകൊണ്ട് പോയത് എന്നുള്ളത് വരുത്തുക ആദ്യമേ എന്നുള്ളതാണ്. ഇതിൽ തന്നെ നോക്കൂ, എന്തിനാണ് SIT ഇപ്പോൾ FIR അതിനകത്ത് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, FIR ഇട്ടതേ ഉള്ളൂ. അപ്പോൾ FIR ഇടുന്നതിന് മുമ്പ് എന്തിനാണ് SIT ഫോം ചെയ്തിട്ട് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്? ഒരു സംഭവത്തിൽ എന്താണ് FIR? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലേ? ആദ്യമായി ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ ചെയ്യേണ്ട കാര്യത്തിന് അതിന് മുന്നേ SIT രൂപീകരിച്ച് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ബേസിസിൽ FIR ഇടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ്, ഈ FIR ഇടാനുള്ള ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ആരെയൊക്കെ ഒഴിവാക്കി എങ്ങനെ വേണം FIR ഇടാൻ എന്നുള്ളതിൻ്റെ ഒരു പ്ലാനാണ് ഈ SIT രൂപീകരണത്തിലൂടെയും. അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത്. കാരണം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനാണ് ഇതിൻ്റെ പിന്നെ ഉത്തരവാദിത്തം. ഇവർ ഈ ട്രസ്റ്റ് ആർക്കെങ്കിലും ഇവരുടെ കണക്കുകൾ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനാണ്. അവിടുത്തെ സംസ്ഥാന ഓഫീസുമായി പിന്നെ ഭരണകൂടമായിട്ടൊക്കെ എന്തൊക്കെയോ സാങ്കേതികമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു SIT പോലുള്ള ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ ഉള്ളൂ. ഇവർക്കൊന്നും ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല ദിവ്യ. ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ലാത്തവർ ആകെ നേരിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനാണ് കൊടുക്കേണ്ടത്. അത് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം എന്താണ് ഇതുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധവും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തവുമാണ്. അപ്പോൾ ആ നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഒരു SIT ആദ്യം രൂപീകരിച്ച് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് FIR ഇടുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഒഴിവായിപ്പോയി. അപ്പോൾ അഖിലേഷ് യാദവ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പ്രധാനപ്പെട്ട ഈ ബിഗ് ഫിഷസിനെ മുഴുവൻ ഒഴിവാക്കിയിട്ടുള്ളൊരു FIR ആണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും വേണ്ട. ഇത് യഥാർത്ഥ പ്രതികൾ ഇതിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെയാണ്, അതായത് നമ്മൾ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എനിക്ക് ഓർമ്മയുണ്ട് ഈ പിന്നെ ഈ ശിലാന്യാസമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കല്ലൊക്കെ പെറുക്കി അവിടെ ഞാൻ അവരെയൊക്കെ വിചാരിക്കുന്നത് വെറും ഇരകൾ എന്നാണ്. എനിക്ക് അങ്ങനെയാണ് ആലോചിച്ച് പോകുന്നത്. കാരണം വെച്ചാൽ എന്തോ ഒരു വിശ്വാസം, വലിയൊരു രാമക്ഷേത്രം അല്ലേ നമ്മുടെ വരാൻ പോകുന്ന, അതിനൊക്കെ വേണ്ടി എന്നുള്ള രീതിയിൽ ഭക്തി വിശ്വാസങ്ങളോടുകൂടി അവിടെ പോയ കർസേവകർ. അപ്പോൾ ഇവരെ അവരോട് പോലും പ്രതിബദ്ധതയില്ല, ആരോടും പ്രതിബദ്ധതയില്ലാതെ ഈ സംഗതികൾ ചെയ്യുക, അതിൽ നിന്ന് വിദ്വേഷം ഉണ്ടാക്കി പിന്നെ അധികാരത്തിലെത്തുക, പരമാവധി അതിൽ നിന്ന് കട്ടുമുടിക്കുക, ഇതാണ് പരിപാടി. യെസ്, അപ്പോൾ അജൻസി കൊള്ള നടത്താൻ, പണം തട്ടാനുള്ള ഒരു ഇടമായിരുന്നു അയോധ്യ രാമക്ഷേത്രം അവർക്ക്? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് തൊട്ട് മുമ്പുള്ള ഈ ബാബരി മസ്ജിദ് സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ, ആ വിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി. അതിൻ്റെ കാരണം ഈ ലാൻഡ് ഡിസ്പ്യൂട്ടാണുള്ളത്. ബേസിക്കലി ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ്, സിവിൽ കേസാണ്. അപ്പോൾ ആ ലാൻഡ് ഡിസ്പ്യൂട്ടിൽ ആ ഭൂമി ക്ഷേത്രത്തിന് അനുവദിക്കുകയും പകരം ഒരു മസ്ജിദ് പണിയാൻ വേണ്ടി 5 ഏക്കർ ഭൂമി അനുവദിക്കാൻ UP സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഭൂമി അനുവദിച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ആ ഭൂമി അനുവദിക്കുന്നത് സുന്നി വഖഫ് ബോർഡിനാണ്. അതൊരു ഓർഗനൈസേഷനാണ്, ഒരു സർക്കാർ ബോഡിയാണ് സുന്നി വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും? മസ്ജിദ് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. പക്ഷേ ക്ഷേത്രത്തിന് ഭൂമി അനുവദിച്ചത് ഏതെങ്കിലും സംഘടനകൾക്കോ ബോഡിക്കോ അല്ല, രാംലല്ല വിരാജ്മാൻ എന്ന ആ ഡേറ്റിക്കാണ്, അവിടുത്തെ ആ വിഗ്രഹപ്രതിഷ്ഠയ്ക്കാണ് ഇത് അനുവദിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് സ്വയം ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. നമ്മളിത് പറയാൻ കാരണം ഇത് VHPയുടെയോ ഈ ട്രസ്റ്റിൻ്റെയോ കളിയല്ല, ഇത് കേന്ദ്രം മറുപടി പറയേണ്ട കാര്യമാണ്. ഈ ക്ഷേത്ര ട്രസ്റ്റിൽ PMO ഓഫീസിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട് ഇപ്പോഴും. അപ്പോൾ അയാൾ അറിയാതെയാണ് ഈ മോഷണമൊക്കെ നടന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ട്രസ്റ്റ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിനോടാണ്. PMO ഓഫീസാണ് ഈ ട്രസ്റ്റ് നിർമ്മാണത്തിലുള്ള മുൻകൈ എടുത്തത്. PMO ഓഫീസിൻ്റെ ഒരു എക്സ് ഒഫീഷ്യോ അംഗമായിട്ട് ട്രസ്റ്റിൽ ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. ഈ ടെമ്പിൾ നിർമ്മാണ കമ്മിറ്റി, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്, അതും കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ കുറേ VHPക്കാരുണ്ടാക്കിയ ട്രസ്റ്റ് അല്ല. അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്നതിൽ ചമ്പത്തറായി VHP വന്നു എന്നല്ലാതെ ഇതിൽ UP സർക്കാരിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമുണ്ട്. UP സർക്കാരിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗമുണ്ട്, ഒരു മുൻ IAS ഉദ്യോഗസ്ഥനുണ്ട്, PMO ഓഫീസിൽ നിന്നൊരു IAS ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ഇതൊരു പബ്ലിക് മാറ്ററാണ്. ഇത് കേവലമായത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ മാറ്ററല്ല, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റേ അല്ല, ഇതൊരു പബ്ലിക് ട്രസ്റ്റാണ്. ഇതിൽ സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. മോദി ഇതുവരെ എന്തെങ്കിലും പറഞ്ഞത് കേട്ടോണ്ട്
അയ്യോ ഇല്ല, എവിടെയും വേണ്ടിയിട്ട് 2 ലോക്സഭാ സീറ്റിൽ നിന്ന് 82 സീറ്റിലേക്കും പിന്നീട് ഇന്ന് കാണുന്ന കേവല ഭൂരിപക്ഷത്തിലേക്കും 3 സർക്കാർ തുടർച്ചയായി ഭരിക്കാൻ BJP എന്ന പാർട്ടിക്ക് വഴിയൊരുക്കി കൊടുത്തത് ഈ ശ്രീരാമനാണ്, ഈ ശ്രീരാമക്ഷേത്രമാണ്. എന്നിട്ട് അവിടെ ഇത്രയും വലിയ മോഷണം നടന്നിട്ട് മോദി വല്ലതും പറഞ്ഞു? BJP അധ്യക്ഷൻ എന്താ നബീനോ എന്തെങ്കിലും പറഞ്ഞു? നിതിൻ നബീൻ. അമിത്ഷാ വല്ലതും പറഞ്ഞു? VHPയുടെ അലോക് കുമാർ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും അന്വേഷിക്കണം, ചമ്പത്രായെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, അവരാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഈ മോഷണം നടന്നത് ആരൊക്കെ അറിഞ്ഞിട്ടാണ്? ചമ്പത്രായ അറിഞ്ഞിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമാണ്. കാരണം ചമ്പത്രായുടെ ഡ്രൈവറാണ് പ്രതിപട്ടികയിലുള്ളത്. ഡ്രൈവർ എങ്ങനെയാണ് ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങളിൽ, ചമ്പത്രായുടെ ഡ്രൈവർ എങ്ങനെയാണ് ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക? അത് ചമ്പത്രായ അനുവദിക്കുന്നതുകൊണ്ടാണ്. ചമ്പത്രായ്ക്ക് അവിടെ അധികാരമുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം ചമ്പത്രായിലേക്ക് എത്തുകയും VHPയിലേക്ക് എത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാൻ വിചാരിക്കുന്നില്ല അത് ചമ്പത്രായ ഒറ്റയ്ക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന്. കാരണം 2020 ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി കൊടുത്തിരുന്നു. അവിടെ 13,000 കോടി രൂപ സംഭാവനയായിട്ട് വന്നിട്ടുണ്ട്. ഈ 3,000 കോടി രൂപ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവിടെ ഇല്ല എന്ന് അവിടുത്തെ ആ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തു. ഓഡിറ്റർ ഫ്ലാഗ് 3,000 കോടി കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ വളരെ അൺപ്രൊഫഷണലായിട്ടാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ VHP പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പണം പിരിച്ചു, ഞങ്ങൾ ആരുടെയും പണമായി സ്വീകരിച്ചിട്ടില്ല, എല്ലാം ചെക്കായിട്ടാണ് സ്വീകരിച്ചത്. കാരണം അത് കറക്റ്റായിട്ട് അതിൻ്റെ അക്കൗണ്ടിങ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്, ക്യാഷായിട്ട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ ക്യാഷ് 3,000 കോടി രൂപയുടെ സംഭാവന വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം അവിടെ ഇല്ല എന്ന് ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തത് 2020 ഈ 2026 ആകുമ്പോഴും അതേ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ പ്രതിനിധി അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഇക്കാര്യം ആ പ്രതിനിധി പ്രധാനമന്ത്രി അറിയിച്ചില്ലേ? ഭയങ്കര പ്രൊഫഷണലാണ്, 24/7 ജോലി ചെയ്യുന്ന ആളാണ്. ആകെ 3 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാമജന്മഭൂമി ക്ഷേത്രം പോലുള്ള വളരെ സെൻസിറ്റീവായ, RSSനെയും BJPയെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവായ ഒരു കാര്യത്തിൽ ഇത്രയും വലിയ അൺപ്രൊഫഷണലായിട്ടുള്ള ക്രമീകരണമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ പ്രധാനമന്ത്രി ഇടപെടില്ലേ? അതങ്ങനെ പോയാൽ മതി എന്ന് പ്രധാനമന്ത്രി തോന്നി കാണും. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ പോയിട്ടുള്ള 200 കോടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിലെ അതിൻ്റെ ഹോം പേജ് തന്നെ എന്താണെന്ന് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ഹിയർ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ആ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ കോൺട്രിബ്യൂഷനാണ്. ലോകം മുഴുവൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പൈസ വരും. ഈ പൈസയൊക്കെ എങ്ങനെയാണ് ചിലവഴിച്ചത്, അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് എന്നൊന്നും പ്രധാനമന്ത്രിക്ക് അറിയാൻ ആഗ്രഹമില്ലേ? അതല്ല ഇതും PM കെയർ ഫണ്ട് മാതിരി പൊതുജനം അറിയേണ്ടാത്ത പരിപാടിയാണ് എന്നാണോ പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്? അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നില്ല അത് ചമ്പത്രായി ഒറ്റയ്ക്കാണ് ഇത് കട്ടുകൊണ്ട് പോയത്, അല്ലെങ്കിൽ ചമ്പത്രായി മാത്രം മനസ്സറിഞ്ഞാണ് ഇത് പോയത് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ വലിയ കൊള്ളയാണ്. നോട്ട് നിരോധിച്ച് വലിയ കൊള്ള നടത്തിയ ആളുകൾക്ക് ശ്രീരാമനെ കൊള്ളയടിക്കാനാണോ പാട് എന്ന് എനിക്ക് ചോദിക്കാം. യെസ്, അതാണ് ഈ കാണിക്ക പണം സ്ഥിരമായി എണ്ണുന്നവർ ഈ 500-ൻ്റെയൊക്കെ നോട്ട് കെട്ടുകൾ എടുത്തു മാറ്റുകയും സ്ഥിരമായി എടുത്തു മാറ്റുകയും അത് പണം കൈകാര്യം ചെയ്യുന്നതിലും. ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഇത് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നിർബന്ധമായും പറഞ്ഞു പോകേണ്ട കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞ മസ്ജിദ് എവിടെയെന്ന ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലോ. 2019 ഈ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നത്. ഈ മസ്ജിദ് എവിടെയാണ്? മസ്ജിദും നിർമ്മിക്കേണ്ടതാണല്ലോ, ഭൂമി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിർമ്മിക്കാത്തത്? അത് സുന്നി വഖഫ് ബോർഡാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. സുന്നി വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ BJP പ്രതിനിധികളാണ് അതിലുള്ളത്. നമ്മൾ ഇടയ്ക്കൊക്കെ എന്തോ ഒരു ഇത് കണ്ടിരുന്നു, ഒരു രൂപരേഖയെ കണ്ടിരുന്നു പള്ളി നിർമ്മിക്കാൻ പോകുന്നതിൻ്റെ. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡലാണ്, മിനാരോ ഒന്നുമില്ല, ഒരു എഗ് ഷേപ്പിലുള്ള ഒരു ഇതൊക്കെയാണ്. പിന്നീട് അതിന് ഇത് കിട്ടിയില്ല, അനുമതി കിട്ടിയില്ല. പിന്നെ വേറൊരു മിനാരോ ഒക്കെയുള്ള വേറൊരു രൂപം വന്നു. ഒറ്റ കാര്യം കൊണ്ടാണ് അത് കിട്ടാത്തത്, അത് പണം പിരിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് പണം പിരിക്കാൻ ശ്രമിക്കുന്നത്? സുന്നി വഖഫ് ബോർഡിന് സ്വന്തമായിട്ട് ഒരു പള്ളി നിർമ്മിച്ചുകൂടെ? ഇല്ല. 90 ലക്ഷം 1 കോടിയോ ഉണ്ടോ മറ്റോ കിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്തൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇനിയും അവിടെ ആ 5 ഏക്കർ സ്ഥലത്ത് പള്ളി പണിയാനുള്ള അനുമതി UP ഭരണകൂടം നൽകിയിട്ടില്ല. ഇത് ചെയ്യുന്നതാരാണ്? BJP പ്രതിനിധികളാണ് ഇത് ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരുതരം കാവ്യനീതിയൊക്കെ ഫീൽ ചെയ്യുന്നു എനിക്ക്. ഒരുതരം കാവ്യനീതി ഉണ്ടല്ലോ. എന്തൊരു കാര്യം ഉന്നയിച്ചാണ്, എത്ര അധാർമികമായാണോ ഒരു മതപരമായ വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച RSSും BJPയും, അതേ കാരണത്താൽ അവർക്ക് തിരിച്ചടി കിട്ടുന്നു. അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP തോറ്റുപോകുന്നു. 2027 തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ വിഷയമാവില്ലെന്ന്? ഉറപ്പായിട്ടും വിഷയമാവും. അതാണ് VHPയെയും BJPയെയും ഭയപ്പെടുന്നത്. VHP നിരന്തരം അന്വേഷണം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇത് വലിയ തിരിച്ചടി അവിടെ ഉണ്ടാകും UPയിൽ. ഇപ്പോൾ അഖിലേഷ് യാദവ് അത് തന്നെ മെയിൻ വിഷയമാക്കി ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ ഇതിന് പിന്നിൽ എനിക്കൊരു ചരിത്രത്തിൻ്റെ കാവ്യനീതി ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, അതാണ്. എന്തായാലും ഈ കാണിക്കപ്പണം ഒട്ടും സുതാര്യമല്ലാതെയാണ് അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത്. ഈ ട്രസ്റ്റിലുള്ളവർക്ക് മാത്രമല്ല, അതിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്ന ആരോപണം ശക്തമായിരുന്നു. പക്ഷേ ആ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊരു വാർത്തയല്ലാതായി മാറും. വീണ്ടും വിശ്വാസികളെത്തും, കാണിക്കപ്പണം വീണ്ടും അവിടെ ലഭിക്കുകയും ചെയ്യും.